2018 സെപ്റ്റംബർ മാസം 28-ാം തീയതിയാണ് AHP എന്ന് പറയുന്ന സംഘടന എറണാകുളത്ത് നാസ് ഓഡിറ്റോറിയത്തില് പ്രവർത്തനം ആരംഭിക്കുന്നത്. പ്രളയമൊക്കെ കഴിഞ്ഞ് ആ പ്രളയത്തിന്റെ ആ ദുരന്തം, അതിന്റെ ഭീതിയൊക്കെ ഒന്ന് വിട്ടുമാറി വരുന്ന സമയത്ത് നമ്മള് ജൂൺ 24-ാം തീയതി AHPയുടെ രൂപീകരണം നടന്നുവെങ്കിലും പക്ഷേ കേരളത്തിൽ നടന്ന തുടർച്ചയായിട്ടുള്ള പ്രളയവും മറ്റു ദുരന്തങ്ങളും കേരളത്തില് ഇതിനെക്കുറിച്ച് ഈ ഒരു സംഘടനയുടെ ഒരു ലോഞ്ചിങ് പ്രോഗ്രാമിലേക്ക് പോകുവാൻ വേണ്ടിയിട്ട് ചില തടസ്സങ്ങൾ, സാങ്കേതിക തടസ്സങ്ങൾ സ്വാഭാവികമായിട്ടും. അപ്പോ അതിന് പ്രളയത്തിന്റെ ആ ദുരന്ത സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിനു വേണ്ടിയിട്ട് ഉചിതമായിട്ടുള്ള സമയം തീരുമാനിച്ചു, പ്രവർത്തനം ആരംഭിച്ചു. സെപ്റ്റംബർ മാസം 23-ാം തീയതിയാണ്, ഞാൻ നേരത്തെ 28 സൂചിപ്പിച്ചത്. 23-ാം തീയതിയാണ് AHP നാസ് ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കുന്നത്. പക്ഷേ നമുക്ക് മറന്നുപോകാൻ സാധ്യതയില്ലാത്ത ഒരു തീയതിയുണ്ട്, സെപ്റ്റംബർ 28, 2018 സെപ്റ്റംബർ 28. ആ തീയതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശബരിമല യുവതികളെ പ്രവേശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി തീരുമാനമെടുത്തുകൊണ്ട് നമ്മുടെ മുന്നിലേക്ക് ആ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ച ദിവസം. അന്നേ ദിവസം ഈ എല്ലാ ഇംഗ്ലീഷ് അക്ഷരത്തിന്റെ പേരിലും ഹൈന്ദവ സംഘടനകളുണ്ട്, ധാരാളം ഹൈന്ദവ ട്രസ്റ്റുകളുണ്ട്, ധാരാളം ഹിന്ദുത്വ വാദികളുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോഴും അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് പ്രവർത്തനം തുടങ്ങി കേവലം 5 ദിവസം, ഏകദേശം 100-ന് താഴെ മാത്രം പ്രവർത്തകരുള്ള ഒരു സംഘടന ഒരു സംസ്ഥാനം. ഒന്നും രണ്ടാമതൊന്നും ചിന്തിക്കാനുണ്ടായില്ല. ഈ നാടിന്റെ ഹിന്ദുത്വ പ്രവർത്തനങ്ങളുടെ നെടുന്തൂണാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ചില സംഘടനകൾ, ആ സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന ചില വ്യക്തികൾ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ, ഫേസ്ബുക്കിലൂടെ ചരിത്രപരമായിട്ടുള്ള വിധി, ഈ വിധി കാലഘട്ടത്തിന്റെ അനിവാര്യത എന്നൊക്കെ എഴുതി രേഖപ്പെടുത്തിയപ്പോൾ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് കേവലം കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച് 5 ദിവസം മാത്രം പ്രായമായ സംഘടന, ആ സംഘടനയിൽ 100 പേര് പോലും തികച്ചംഗങ്ങളില്ലാത്ത ഒരു സംഘടന, ആ സംഘടന യുവതികളെ കയറ്റില്ല എന്ന് പറഞ്ഞു. ശബരിമലയിലേക്ക് യുവതികൾ കയറണമെങ്കിൽ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് ശബരിമലയിൽ സൃഷ്ടിക്കുന്ന പ്രതിബന്ധങ്ങളെ തകർത്ത് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ യുവതികളെ പ്രവേശിക്കില്ല എന്ന് പറഞ്ഞു എന്ന് മാത്രമല്ല, ആ സുപ്രീം കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ആ കോടതി വിധി വന്ന അന്നേ ദിവസം, ആ സെപ്റ്റംബർ 28-ാം തീയതി, 2018 സെപ്റ്റംബർ 28-ാം തീയതി തിരുവനന്തപുരം പുളിമൂട് നിന്ന് പ്രകടനം നടത്തുകയും സെക്രട്ടേറിയറ്റ് നടയിലേക്ക് ആ മാർച്ച് പോവുകയും 15 പേര് മാത്രമുള്ള ആ മാർച്ച് പോലീസ് തടഞ്ഞ സമയത്ത് അതിന് അറസ്റ്റ് വരിച്ചത് ഞാനായി. ആദ്യത്തെ ശബരിമലയുടെ അറസ്റ്റ് ആരാണ് എന്ന് ചോദിച്ചാൽ അത് നിങ്ങളുടെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്ന ഞാനാണ് എന്ന് ഈ കേരളത്തിൽ എന്നല്ല ഈ ലോകത്തിൽ ആരുടെ മുന്നിലും എഴുന്നേറ്റ് നിന്ന് ശക്തിയോട് കൂടിയിട്ട് പറയാൻ എനിക്ക് സാധിക്കും. അതിനുശേഷം തുടർച്ചയായിട്ട് അന്ന് സ്റ്റേഷൻ ജാമ്യം തന്ന് വിട്ടയച്ചെങ്കിലും പിന്നെ വീണ്ടും 29-ാം തീയതി 2018 സെപ്റ്റംബർ മാസം 29-ാം തീയതി നിങ്ങളുടെ കയ്യിലെ ആൻഡ്രോയിഡ് ഫോണില് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ ജന്മഭൂമി പത്രം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. ആ ജന്മഭൂമി പത്രത്തില് ഫ്രണ്ട് പേജില് ആർക്കും മല ചവിട്ടാം എന്നുള്ള ആ ഹെഡിങ്ങോട് കൂടിയിട്ട് വന്ന ആ ദിനപത്രത്തിൽ, ജന്മഭൂമി ദിനപത്രത്തിൽ സഞ്ജയൻ ചേട്ടൻ എഴുതി, ശബരിമലയില് യുവതികൾ കയറേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. അങ്ങനെ സംഘപരിവാർ ഉൾപ്പെടെ ഞാൻ ഹിന്ദുത്വം പറയാൻ പഠിച്ച, എന്നെ ആ തരത്തിൽ പഠിപ്പിച്ച, നിങ്ങളുടെ മുന്നിൽ ഇത്തരത്തിൽ സംസാരിക്കുവാൻ പഠിപ്പിച്ച എന്റെ മാതൃപ്രസ്ഥാനത്തിന്റെ താത്വിക ആചാര്യന്മാര് യുവതികളെ പ്രവേശിപ്പിക്കുന്നതിൽ തെറ്റില്ല എന്ന് കണ്ടെത്തിയപ്പോൾ ഡോക്ടർ പ്രവീൺ തൊഗാഡിയ പറഞ്ഞു, പരമ്പരാഗതമായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നിലനിന്നിരുന്ന ഈ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ കാത്തു സംരക്ഷിക്കേണ്ടത് ഒരു ഹൈന്ദവ പ്രസ്ഥാനത്തിന്റെ ബാധ്യതയാണ് എന്ന് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുമ്പോൾ ആ പ്രവീൺ തൊഗാഡിയുടെ നിർദ്ദേശം ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ മുന്നിൽ കൃത്യമായിട്ട് സമരമുഖം തുറക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറായി. അതിന്റെ പരിണിത ഫലം എന്ന് പറഞ്ഞാൽ ജന്മഭൂമിയുടെ ലേഖനം 2018 സെപ്റ്റംബർ മാസം 29-ാം തീയതി ആർക്കും മല ചവിട്ടാം എന്നായിരുന്നു എങ്കിൽ അത് 2018 ഒക്ടോബർ മാസം 8-ാം തീയതിക്ക് ശേഷം ഒക്ടോബർ 9-ന്
ശബരിമല കർമ്മസമിതി രൂപീകരിച്ചുകൊണ്ട് ഈ AHP തുടങ്ങി വെച്ച സമര പോരാട്ടത്തിന്റെ പിന്നിലേക്ക് അണിചേർന്നുകൊണ്ട് അതിന് AHPയുടെ വാദഗതിയായിരുന്നു ശരി എന്നുള്ള ആ വാദത്തെ ശരിവെച്ചതാണ് നാം പിന്നീട് കണ്ടത്. ഞാൻ പറഞ്ഞത് കേവലം 100-ന് താഴെ മാത്രം പ്രവർത്തകരുണ്ടായിരുന്ന ഒരു സംഘടനയ്ക്ക് ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കേരളത്തിന്റെ ഹൈന്ദവ സംഘടനാ പ്രവർത്തനം ഞങ്ങളാണ് നയിക്കുന്നത് എന്ന് ചിന്തിച്ചിരുന്ന ഒരു സംഘടനയുടെ തെറ്റായ തീരുമാനത്തെ പോലും തിരുത്താൻ വേണ്ടിയിട്ടുള്ള ആർജവം, ശരിയായിട്ടുള്ള ഹിന്ദുത്വ ദിശാബോധം, ആ ദിശാബോധമുള്ള നേതൃത്വത്തിൽ സാധിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഹിന്ദു സമൂഹത്തിന്റെ എല്ലാ തരത്തിലുള്ള വിഷയങ്ങളും പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്ഷേത്ര സംബന്ധിയായിട്ടുള്ള ആചാര സംബന്ധമായിട്ടുള്ള വിഷയം ഏറ്റെടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ പാർത്ഥസാരഥി ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്ന വിഷയങ്ങള്, പത്മനാഭസ്വാമി ക്ഷേത്രം പോലുണ്ടാവുന്ന ക്ഷേത്രങ്ങളിൽ ഉണ്ടാകുന്ന വിഷയങ്ങള്, ഇങ്ങനെ കേരളത്തിന്റെ സർവ്വ ക്ഷേത്രങ്ങളിലും നിരന്തരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാവുന്ന ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടോ നമ്മുടെ ഈ അടുത്ത സമയത്തൊരു സബ്ജക്ട് നമ്മുടെ മുന്നിലേക്ക് കിട്ടി, വിഷുവിന് നമ്മുടെ മന്തി കഴിക്കുന്ന കണ്ണൻ ഇല്ലേ, മന്തി കഴിക്കുന്ന ഇത്തരത്തിലുള്ള സമരങ്ങൾ ഏറ്റെടുത്തത് കൊണ്ടോ മാത്രം ഹിന്ദുവിന്റെ വിഷയങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്നുള്ള ഒരു തിരിച്ചറിവാണ്, ആ തിരിച്ചറിവിലൂടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത്. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തന ലക്ഷ്യത്തെ കുറിച്ചാണ് ഈ ബൈഠക്കിൽ നാം മനസ്സിലാക്കേണ്ടത്. കേരളത്തില് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ വിഷയം പരിഹരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കേരളത്തിൽ ഹിന്ദുവിനെതിരായിട്ട് പ്രാദേശികമായിട്ടുണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തെ ഏതു തരത്തിലൊരു സംഘടന അഡ്രസ് ചെയ്തു, ഏതു തരത്തിലാണ് സംഘടന ആ വിഷയത്തിനെ നേരിട്ടത് എന്നുള്ളതിലല്ല പ്രാധാന്യം. മറിച്ച് ഈ സംഘടന സമൂഹത്തിലേക്ക് വഹിക്കുന്ന അതിന്റെ ബേസിക് ആയിട്ടുള്ള ആ സംഘടനയുടെ അടിസ്ഥാന ഐഡിയോളജി എന്താണ്, ഈ സംഘടനയുടെ അടിസ്ഥാന ആശയം എന്താണ്, ആ ആശയത്തിനാണ് സമൂഹത്തിൽ പ്രസക്തി, ആ ആശയത്തിനാണ് സ്വീകാര്യത ലഭിക്കേണ്ടത്. പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു സംഘടന ഒരു സ്ഥലത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, വ്യാപിക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചാൽ എന്നാണോ വിഷയങ്ങൾ അവസാനിക്കുന്നത് ആ സമയത്ത് ആ സംഘടനയും അവസാനിക്കും. അതുകൊണ്ട് തന്നെ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സംഘടനാ പ്രവർത്തനം മുന്നേറേണ്ടത് ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംഘടനയുടെ പ്രവർത്തനം മുന്നേറേണ്ടത്. അതുകൊണ്ട് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് അടിസ്ഥാനപരമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ആശയം എന്ന് പറയുന്നത് ഈ ഹൈന്ദവ സമൂഹത്തിന്റെ മുന്നേറ്റമാണ്. ഹൈന്ദവ സമൂഹത്തിന്റെ മുന്നേറ്റം എന്ന് പറയുമ്പോൾ ഹിന്ദു ഹി ആകെ എന്ന് ഡോക്ടർ പ്രവീൺ തുഗാഡിയ ഹിന്ദിയിൽ പറയുന്ന, മലയാളത്തിൽ നമുക്ക് ഹിന്ദു മുന്നേറ്റം എന്ന് പറയാൻ സാധിക്കുന്ന മുന്നേറ്റം, അത് അക്ഷരാർത്ഥത്തിൽ ഓരോ ഹിന്ദുവിനെയും സ്വാഭിമാനി ഹിന്ദുവാക്കി മാറ്റി സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്ന മുന്നേറ്റം, എല്ലാ ഹിന്ദു സമൂഹത്തിന്റെ മുഴുവൻ കുടുംബങ്ങളെയും സ്വയം പര്യാപ്തതയിൽ എത്തിക്കാൻ സാധിക്കുന്ന, മുഴുവൻ കുടുംബങ്ങളെയും സ്വയം പര്യാപ്തതയിൽ ജീവിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മുന്നേറ്റം ഉണ്ടാക്കണം. അതെങ്ങനെ സാധിക്കും? ഒരു ഹിന്ദു സമൂഹത്തെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുവാൻ വേണ്ടിയിട്ട് എങ്ങനെ സാധിക്കും? അവിടെയാണ് മറ്റുള്ള നൂറുകണക്കിന് ബാനറുകൾ, സംഘടനകളുടെ ഇടയിൽ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് പ്രസക്തിയേകുന്നത്. നാം എല്ലാം സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പയ്യോളി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നു. ആ പ്രദേശത്തെ ഒരു 100 വീട് കേന്ദ്രീകരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഒരു 10 വീട് മാത്രമാണ് നമ്മുടെ കൂടെ അംഗങ്ങളായിട്ട് ജോയിൻ ചെയ്തത് എങ്കിൽ, ബാക്കി 90 വീടും നിസ്സഹകരണമാണെങ്കിൽ സ്വാഭാവികമായിട്ട് നാം എന്ത് ചിന്തിക്കും? ഈ 90 വീട് നമുക്കെതിരായിട്ട് ചിന്തിക്കുന്നവരാണ്. സാധാരണഗതിയിൽ അവര് നമ്മുടെ ശത്രുക്കളായിട്ട് അല്ലെങ്കിൽ ശത്രു സ്ഥാനത്ത് നിൽക്കുന്നവരായിട്ടുള്ള ഒരു സങ്കല്പത്തിൽ ഈ പ്രവർത്തനം മുന്നോട്ട് പോകും. ഞാൻ പറയുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത് ശരിയാണോ എന്നുള്ള ഒരു ആത്മചിന്തനം നിങ്ങളുടെ മനസ്സിലൂടെ നടത്തിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബോധ്യമാകും. ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ആ രാഷ്ട്രീയ താല്പര്യങ്ങൾ, സംഘടനാ താല്പര്യങ്ങൾ ഹിന്ദുത്വ താല്പര്യത്തെ പരാജയപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിന്റെ പരിണിത ഫലമാണ് കേരളം പോലുള്ള സംസ്ഥാനത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന രൂക്ഷമായിട്ടുള്ള ഹിന്ദുവിന്റെ അസംഘടിതാവസ്ഥ എന്ന് സത്യസന്ധമായിട്ട് പറയേണ്ടി. ഒരു പ്രദേശത്ത് ഒരു RSSന്റെ ശാഖയുണ്ട് എന്നിരിക്കട്ടെ, 500 വീടുള്ള ഒരു പ്രദേശത്ത് സംഘശാഖയിൽ വരുന്നത് 15 സ്വയം സേവകരാണെന്നിരിക്കട്ടെ, ആ ഒരു 3-4 കിലോമീറ്റർ ചുറ്റളവിലുള്ള
വീടുകളെ, ഹിന്ദു വീടുകളെ നാം രണ്ടായി തരംതിരിക്കും. സ്വയം സേവകൻ, സംഘ, സംഘബന്ധു, സംഘവീട്, മറ്റുള്ളവരാരാണ്? മറ്റുള്ളവരെ ഹിന്ദുക്കളെന്ന് പോലും നമ്മൾ പറയില്ല. നമ്മൾ പറയുക അവരെ കമ്മ്യൂണിസ്റ്റുകാരാണ്, അവര് കോൺഗ്രസ്സുകാരാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ഈ ധർമ്മത്തിനധിഷ്ഠിതമായിട്ടൊരു കാഴ്ചപ്പാട് വളർന്നു വരാത്തത്? വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഹിന്ദുവിനെ ബന്ധുവായിട്ട് ചേർത്ത് പിടിക്കാൻ നമുക്ക് എന്തുകൊണ്ടാണ് സാധിക്കാതെ പോയത്? ഇവിടെയാണ് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ ആശയപരമായിട്ടുള്ള മുന്നേറ്റത്തിന്റെ അനിവാര്യത. വെസ്റ്റ് ബംഗാളിലോ ഈ അടുത്ത സമയത്ത് തെരഞ്ഞെടുപ്പ് വിജയമുണ്ടായി. നാം സോഷ്യൽ മീഡിയയിലൂടെ, മാധ്യമങ്ങളിലൂടെ നാം കണ്ടു. അവിടുത്തെ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞു, ഞാൻ ഹിന്ദു സമാജത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യും. അതിനു മുമ്പ് കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുൻപ് തെരഞ്ഞെടുപ്പിനെ നേരിട്ട് റിസൾട്ട് വന്ന സമയത്ത് വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങൾ നടന്നു വെസ്റ്റ് ബംഗാളില്. വെസ്റ്റ് ബംഗാളിൽ 60-ൽ പരം ഹൈന്ദവരെ ക്രൂരമായിട്ട് കൊല ചെയ്തു. ആ കൊല ചെയ്ത സമയത്ത് അവിടുത്തെ ഹൈന്ദവ സമൂഹത്തെ കഷ്ടങ്ങളായിട്ട് വെട്ടി നുറുക്കി അവരുടെ ബന്ധുക്കളുടെ മുന്നിലേക്ക് ശവശരീരങ്ങൾ വലിച്ചെറിഞ്ഞ സമയത്ത്, അവിടുത്തെ ഹിന്ദുക്കളെ വീടുകൾ തീയിട്ട് പാലായനം ചെയ്യിച്ച സമയത്ത്, ക്ഷേത്രങ്ങൾ അടിച്ചു തകർത്ത സമയത്ത് അവിടുത്തെ ഹിന്ദു സമൂഹം പ്രാണനം കൊണ്ട് പരക്കം പാഞ്ഞപ്പോൾ നമ്മുടെ ദേശീയ തലത്തില് ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരുന്നുകൊണ്ട് ഹിന്ദു സംഘടനാ നേതൃത്വം ഒരു നിലപാടെടുത്തു, ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു. ഇതിന് പരിഹാരം കാണണം. ഹിന്ദു സമൂഹത്തെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. പശ്ചിമ ബംഗാളിലെ 1200 ഗ്രാമങ്ങളിലേക്ക് 1200 പൂർണ്ണസമയ പ്രവർത്തകരെ നിശ്ചയിച്ചു. ഓരോ ഗ്രാമങ്ങളിലും ഓരോ പൂർണ്ണസമയ പ്രവർത്തകൻ. എന്താണ് അവരുടെ ജോലി? അവരുടെ ജോലി വോട്ട് ചേർക്കലല്ല. അവരുടെ ജോലി രാഷ്ട്രീയം തരംതിരിച്ച വീടുകളുടെ സെൻസസ് എടുക്കലല്ല. അവരുടെ ജോലി ഹിന്ദു സമാജത്തിന്റെ മുന്നേറ്റം, ഹിന്ദുക്കളെ ഏകീകരിക്കുക. പാലോട് എന്ന് പറയുന്നത് എന്റെ ഗ്രാമമാണെങ്കിൽ ആ ഗ്രാമത്തിൽ എന്റെ ജോലി ഓരോ ഹിന്ദു വീടിലേക്കും കടന്നു ചെന്നിട്ട് ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കണം. ഓരോ 50 ഹിന്ദു വീടും ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ ഹിന്ദു ഏകതാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം. ആ ഹിന്ദു ഏകതാ കേന്ദ്രം ഉണ്ടാക്കിയിട്ട് അവിടുത്തെ അമ്മമാർക്ക് തൊഴിലുണ്ടാക്കണം. ആ അമ്മമാരുടെ പട്ടിണി മാറ്റുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ആരുടെയെങ്കിലും അടിമയായിട്ട്, ഏതെങ്കിലും മതവിഭാഗത്തിന്റെ അടിമയായിട്ട് അവിടുത്തെ അമ്മമാര് ജീവിക്കുന്നു എങ്കിൽ അതിനെല്ലാം ബദൽ സംവിധാനങ്ങൾ ഉണ്ടാക്കി സ്വസ്ഥമായിട്ട് സുഗമമായിട്ട് ജീവിക്കുവാനുള്ള ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ സഹോദരിമാര് ഏതെങ്കിലും അന്യ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ തൊഴിൽശാലയിലേക്ക് ജോലി തേടിപ്പോയിട്ട് അവിടെ നിന്ന് പരിവർത്തനം ചെയ്ത് ആ മതവിഭാഗത്തിലേക്ക് വഴുതി വീഴുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ആ സഹോദരിമാർക്ക് ബദലായിട്ട് തൊഴിൽ സംവിധാനം ഉണ്ടാക്കി അവരെ നിലനിർത്തുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കണം. അങ്ങനെ സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയിട്ട് ഹിന്ദു ഏകതാ കേന്ദ്രങ്ങൾ ഓരോ ഗ്രാമങ്ങളിലും ഉണ്ടാക്കണം. അങ്ങനെ 1200 പൂർണ്ണസമയ പ്രവർത്തകന്മാർക്ക് ഓരോ പൂർണ്ണസമയ പ്രവർത്തകനും 50 ഹിന്ദു ഏകതാ കേന്ദ്രം. ആ 50 ഹിന്ദു ഏകതാ കേന്ദ്രങ്ങൾക്ക് ഒരു ഹനുമാൻ ക്ഷേത്രം. ആ ഹനുമാൻ ക്ഷേത്രം കേന്ദ്രീകരിച്ച് ശക്തമായിട്ടുള്ള ഹൈന്ദവ മുന്നേറ്റം. എല്ലാ മാസങ്ങളിലും ഹിന്ദു സ്വാഭിമാന സംഗമം. ഇത്തരത്തിലുള്ള ഒരു ടാർഗറ്റ് നിശ്ചയിച്ചു. അത് വളരെ നിശബ്ദമായി, വളരെ നിശ്ചലമായി നമ്മുടെ സമൂഹത്തിൽ വീടാന്തരം കയറിയിറങ്ങി. എങ്ങനെയാണ് ഒരു മിഷണറി മതപരിവർത്തനം ചെയ്യുവാൻ വേണ്ടിയിട്ട് ക്രൈസ്തവ മിഷണറിമാര് വീടാന്തരം കയറിയിറങ്ങി അവരുടെ ലഘുലേഖകൾ വിതരണം ചെയ്തുകൊണ്ട്, അവരുടെ പുസ്തകങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് ഇവിടുത്തെ സമൂഹത്തെ അടർത്തിയെടുത്ത് അവരെ മതം വലുതാക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നത്? അതുപോലെ നമ്മുടെ സമൂഹത്തെ സുസ്ഥിരതയോടുകൂടിയിട്ട് വാർത്തെടുക്കുവാൻ വേണ്ടിയിട്ട് 1200 പൂർണ്ണസമയ പ്രവർത്തകരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് വെസ്റ്റ് ബംഗാൾ മുന്നോട്ട് പോയി. അതിന് നേതൃത്വം വഹിച്ച പ്രവർത്തകന്റെ പേര് അമൽ സർക്കാർ എന്നാണ്. ആ അമൽ സർക്കാരും മനോജ് സാഹുവും ഒക്കെ ചേർന്ന് ഒരുമിച്ച് പ്രവർത്തിച്ച സമയത്ത് വെസ്റ്റ് ബംഗാളിലോ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു ആത്മവിശ്വാസത്തോടു കൂടി വോട്ട് ചെയ്തു. ഭയപ്പെടാതെ ഹിന്ദു തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. ആ തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ വേണ്ടിയിട്ട് കേന്ദ്രം ഭരിച്ച, ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ കൂടി അതിനുള്ള സൗകര്യം സൈന്യത്തെ ഇറക്കിക്കൊണ്ടൊരുക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും വെസ്റ്റ് ബംഗാള് ആത്മാഭിമാനത്തോട് കൂടിയിട്ട് നട്ടല് നിവർത്തി നിന്നു. കേരളത്തിലെ ഹിന്ദു സമൂഹം
ഇന്നും ഉണർന്നിട്ടില്ല. കേരളത്തിന്റെ ഹിന്ദു സമൂഹം ഫോൺ എടുത്തിട്ട് വെസ്റ്റ് ബംഗാളിൽ നോക്കിയിട്ട് കേരളത്തിൽ 3 കിട്ടിയാലും സാരമില്ല, വെസ്റ്റ് ബംഗാളിൽ ഞങ്ങൾ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് നെടുവീർപ്പിടുകയാണ്. കേരളത്തിൽ 3 കിട്ടിയാലും സാരമില്ല എന്നുള്ളതല്ല, കേരളവും ഞങ്ങൾ പിടിച്ചെടുക്കുമെന്നുള്ള ആത്മാഭിമാനം നമുക്ക് വേണം. കേരളവും നമ്മൾ നേടിയെടുക്കുമെന്നുള്ള ആത്മാഭിമാനം വേണം. സംഘടന 100 അല്ല 200 വരട്ടെ, സംഘടന എത്ര കണ്ടുകൂടിയാലും എന്റെ ഹിന്ദു വീടുകളിലേക്ക്, എന്റെ സഹജീവികളുടെ വീടുകളിലേക്ക്, എന്റെ സഹോദരങ്ങളുടെ വീടുകളിലേക്ക് ഞാൻ കടന്നു ചെന്നിട്ട് അവരെ ഒരുമിച്ച് കൂടിയിട്ട് സംഘടനയുടെ ബാനർ ഏത് തന്നെയായാലും, നേരത്തെ ചേട്ടനോട് സൂചിപ്പിച്ചു ഹിന്ദു ഐക്യവേദിയാണ് എന്ന്, നമ്മുടെ സ്വന്തമായിട്ട് ആത്മപരിശോധന നടത്തണമെന്ന് ഞാൻ പറഞ്ഞു പോയത് കൊണ്ടാണ്. ഹിന്ദു ഐക്യവേദി ആവട്ടെ, സംഘമാവട്ടെ, അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്താവട്ടെ, ASP ആവട്ടെ, രാഷ്ട്രീയ ബജറംഗദളാവട്ടെ, ബജറംഗദളാവട്ടെ, ഏതു തന്നെയായാലും ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ട് നാം എന്ത് ചെയ്തു എന്ന് ചിന്തിക്കണം. ഹിന്ദുവിനെ കൊണ്ട് നാം എന്തു നേടി എന്നുള്ളതല്ല, എത്ര ഹിന്ദു സഹോദരങ്ങള് നമുക്ക് സംഭാവന തന്നു എന്നുള്ളതല്ല, ഹിന്ദു സമൂഹത്തെ എത്ര കണ്ട് നാം പരിപാടികളിലേക്ക് അണിനിരത്തി എന്നുള്ളതല്ല, മറിച്ച് ഹിന്ദു സമൂഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് സമൂഹം നമ്മളെ അകമഴിഞ്ഞ് സ്വീകരിക്കുന്നത്. അങ്ങനെ എന്ന് നാം ചിന്തിക്കുന്നുവോ അന്ന് മാത്രമേ കേരളത്തിലെ ഹിന്ദു സമൂഹം നമ്മെ ഏറ്റെടുക്കുകയുള്ളൂ. ഇന്ന് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന് ഞാൻ ഈ വൈത്തക്കല് ആരുടെയും മുന്നിൽ വെറുതെ ഒരു ഊഹാമോഹത്തിന്റെ പേരില് ഒരു കെട്ടുകഥ പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടിയിട്ട് പറയുന്നതല്ല. ഇന്ന് രാഷ്ട്രീയ ബജറംഗദളിന്, അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന് ഈ കേരളത്തിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഈ പ്രവർത്തനത്തിന് ആവേശജനമായിട്ടുള്ള സ്വീകാര്യത ഇന്ന് സമൂഹത്തിൽ ലഭിക്കുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് എത്തിപ്പെടുന്ന സ്ഥലങ്ങളിലെല്ലാം സാധിക്കുന്നത് അത്രയും ചെയ്തു തീർക്കുവാൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. കരുനാഗപ്പള്ളിയിൽ ഇതുപോലൊരു മീറ്റിംഗ് സ്ഥലത്ത് ഞാൻ എത്തി. ആ മീറ്റിംഗ് സ്ഥലത്ത്, ആ പരിപാടി സ്ഥലത്ത് ഞാൻ എത്തുന്നു എന്ന് അറിഞ്ഞിട്ട് ഒരു അനൂപ് എന്ന് പറഞ്ഞിട്ട് ഒരു സഹോദരൻ, ഒരു സംഘ സ്വയം സേവകൻ, സഹോദരൻ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഒരു സംഘ സ്വയം സേവകൻ എന്ന് പറയുന്നതാണ് നല്ലത്, എന്നെ കാണാൻ വേണ്ടിയിട്ടെത്തി. അദ്ദേഹം 2 വീലർ വന്നിട്ട് ഇതുപോലെ നടന്നുകൊണ്ടിരുന്ന ഒരു പരിപാടി സ്ഥലത്തേക്ക് അദ്ദേഹത്തിന്റെ കാല് വലിച്ചിഴച്ചുകൊണ്ട് നടന്നു കയറി വരുന്നത് ഞാൻ കണ്ടു. അദ്ദേഹം പിന്നിലെ സീറ്റിലിരുന്നു. ആ പരിപാടി കഴിഞ്ഞിട്ട് അദ്ദേഹം എന്റെ കൺമുന്നിൽ വന്നിട്ട് ഞാൻ എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയിട്ട് എന്റെ മുന്നിൽ പൊട്ടി കരഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് 73 കീമോ കഴിഞ്ഞിട്ട് ബ്ലഡ് ക്യാൻസർ വന്നതിന് ശേഷം അദ്ദേഹം നാട്ടുകാരൻ ഒരു കളക്ഷൻ എടുത്ത് ഒരു പെട്ടിക്കടയിട്ട് കൊടുത്ത് അതിൽ നിന്ന് ഒരു കുഞ്ഞും ഭാര്യയും അമ്മയും അച്ഛനുമുള്ള ഒരു കുടുംബം, ആ കുടുംബത്തെ അതുവഴിയാണ് അദ്ദേഹത്തിന്റെ ഉപജീവനം നടന്നു പോകുന്നത് എന്നുള്ള കഥയൊക്കെ കേട്ടതിന് ശേഷം 6 മാസത്തിന് ശേഷം അദ്ദേഹം കിടപ്പിലായി പോകുന്ന, ഇടുപ്പല്ല് പൊടിഞ്ഞു പോകുന്ന ഒരു അസുഖത്തിന്റെ കൂടി ഉടമയാണ് എന്ന് കേൾക്കുമ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിന്റെ കൂടെ നമുക്ക് കരയാൻ തോന്നും. സത്യത്തിൽ ആ ബൈഠക്കിൽ ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം എന്റെ മുന്നിൽ വന്ന് ഇത്തരത്തിൽ പറയുമ്പോൾ എന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് എന്റെ മുന്നിലും ഒരു പിടിയുമില്ല. കാരണം സത്യസന്ധമായിട്ട് ഞാൻ പറയുമ്പോൾ ASPയുടെ ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ സീറോ ബാലൻസ് ആണ്. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഇല്ലാതെ ലോക്കായി കിടക്കുകയാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇപ്പോൾ ഇരിക്കുമ്പോൾ. ഇപ്പോഴും 100 രൂപ അതിനകത്ത് ട്രാൻസാക്ഷൻ ഇല്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ട് ബാങ്ക് KYC ചോദിച്ചിട്ട് അത് ആ ട്രസ്റ്റ് അക്കൗണ്ട് ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്ക് പണമിടപാടുകൾ നടത്താൻ സാധിക്കാത്ത സാഹചര്യം. പക്ഷേ ആ സഹോദരൻ നമ്മുടെ മുന്നിൽ ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ജീവിത പ്രശ്നം വിഷയം പറഞ്ഞിട്ട് കരയുമ്പോൾ അദ്ദേഹത്തെ കൈമടക്കി വിടാൻ സാധ്യമല്ല. അദ്ദേഹത്തോട് ഞാൻ അത് നോക്കാം, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാം എന്ന് പറയുകയും പിന്നീട് ബൈജുഭായിക്കറിയാം, ബൈജുഭായിയോട് ഞാൻ ബൈജുഭായി അന്ന് സംഘടനയ്ക്ക് വേണ്ടിയിട്ട് സജീവ യാത്രയിലൊന്നും അല്ല, പക്ഷെ എന്നാലും അവശ്യഘട്ടങ്ങളിലെല്ലാം ASPക്കൊപ്പം ഒരു സഹയാത്രികനായിട്ട് അന്നും കൂടെ ഉണ്ടായിരുന്നു. അപ്പോ അദ്ദേഹവുമായിട്ട് ഞാൻ ഈ വിഷയം സംസാരിക്കുകയും നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ച് ആ കുടുംബത്തെ നമ്മൾ സംരക്ഷിച്ചെടുക്കുകയും ചെയ്തു. അമൃത ഹോസ്പിറ്റലില് വിജയകരമായിട്ട് അദ്ദേഹത്തിന്റെ സർജറി പൂർത്തിയാക്കി അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 2 ലക്ഷം രൂപയോളം ബാലൻസ് വീട് മെയിൻ്റനൻസിനും ആ സ്ഥാപനം കുറച്ചുകൂടി മുതൽ മുടക്കി നന്നാക്കി നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു തുക കൂടി മിച്ച ബാലൻസ് ആയിട്ട് കൊടുക്കാൻ നമുക്ക് സാധിച്ചു, നമ്മുടെ പ്രവർത്തനത്തിന് സാധിച്ചു എന്നുള്ളതാണ്. ഇതിന് സമൂഹം അതവഴിഞ്ഞ് തയ്യാറായി എന്നുള്ളത്. ഒരു പക്ഷേ ഈ ഒരു വിഷയം അനൂപിന് ഇടുപ്പല്ല് പൊടിഞ്ഞ് സ്വാഭാവികമായിട്ടും
ചലനശേഷി നഷ്ടപ്പെടും. ഇനി അയാൾക്കോ അയാളുടെ കുടുംബത്തിനോ ഈ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അയാളെ ഇനി നമുക്ക് കിട്ടാൻ സാധ്യമല്ല. അതുകൊണ്ട് അയാളുടെ വിഷയം ഞാൻ ഒരു ചെവി കൊണ്ട് കേട്ട് മറുചെവി കൊണ്ട് വിടാം, പിന്നീട് അത് നോക്കാം, അല്ലെങ്കിൽ ആലോചിക്കട്ടെ, ഞാൻ മറുപടി പറയാം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ സാധാരണഗതിയിൽ കാര്യകർത്താക്കൾ പറഞ്ഞു പോകുന്ന രീതി നമുക്കറിയാം. ഞാനും അടിസ്ഥാന പ്രവർത്തനം മുതൽ ശാഖയുടെ മുഖ്യ ശിക്ഷകം മുതൽ പ്രവർത്തിച്ചു വന്ന ആളായതുകൊണ്ട് നമുക്കറിയാം പല വിഷയങ്ങളും പലരോടും പറയുമ്പോൾ നിങ്ങൾ ഇവിടുത്തെ പ്രവർത്തകരോട് പിന്നീട് ബന്ധപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു പോകുന്ന രീതികളൊക്കെ ഉണ്ട്. അപ്പോ ഇത്തരത്തിലൊക്കെ പറഞ്ഞു പോയാൽ സ്വാഭാവികമായിട്ടും ഇന്ന് അയാള് കൊല്ലം ജില്ലയുടെ രാഷ്ട്രീയ ബജറംഗങ്ങളുടെ ജില്ലാ അധ്യക്ഷനായിട്ട് ഉണ്ടാവുമായിരുന്നില്ല. അദ്ദേഹത്തെ ആ ബ്ലഡ് ക്യാൻസർ പേഷ്യന്റിനെ അവിടെ നിന്ന് വളർത്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന് മാത്രമല്ല, ഇന്ന് രാഷ്ട്രീയ ബജറംഗദളിന്റെ കൊല്ലം ജില്ലയുടെ നെടുന്തൂണായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു എങ്കിലോ ഈ സംഘടന അദ്ദേഹത്തിന് നൽകിയ ആത്മവിശ്വാസമാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചത്. ഇതുപോലെ എടുത്തു പറയാൻ സാധിക്കുന്ന നൂറ് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഹിന്ദു ഹെൽപ്പ് ലൈൻ കോൾ സെന്റർ നമ്പർ ഉണ്ട് 9400860004 എന്ന നമ്പർ. ആ നമ്പറിലേക്ക് വിളിച്ച് നമ്മുടെ പ്രവർത്തനത്തെ കുറിച്ച് ധാരാളം ആളുകൾ അന്വേഷിക്കാറുണ്ട്. ധാരാളം ആവലാതികൾ ഇത്തരത്തിൽ ആൾക്കാർ പലതും പറയാറുണ്ട്, അവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയാറുണ്ട്. ഈ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ അമ്മമാരാണ് തങ്ങളുടെ പെൺമക്കളെ പിതാവ് പറയുന്നതിനേക്കാൾ ഏറെ അമ്മമാർ പിതാവ് പോലും അറിയാതെ ഇത്തരത്തിലുള്ള വീട്ടിലുണ്ടായിട്ടുള്ള ദുരന്തം ആദ്യം ഷെയർ ചെയ്യുന്നത് ഹിന്ദു ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കാണ് പലരും. എത്രയോ കേസുകൾ ഏറ്റെടുത്ത മുഴുവൻ കേസും ലവ് ജിഹാദ് വിഷയത്തിലെ സക്സസ് ആണ്. മുഴുവൻ ഹിന്ദു പെൺകുട്ടികളെയും സംരക്ഷിച്ചു പിടിച്ച് തിരിച്ചേൽപ്പിച്ചു എന്നുള്ള അവകാശവാദമൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ എന്നാലും എത്രയോ കേസുകൾ നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശരണ്യ എന്ന ഏറ്റുമാനൂരുള്ള BJPയുടെ അജിത്ത് എന്ന, ഞാൻ പേരെടുത്ത് തന്നെ പറയുന്നത്, ആർക്കെങ്കിലും അന്വേഷിക്കണമെങ്കിൽ അന്വേഷിക്കാൻ സാധിക്കും. അജിത്ത് എന്ന് പറയുന്ന BJPയുടെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റിന്റെ സഹോദരിയുടെ മകളെ ഉൾപ്പെടെ നമ്മള് ജിഹാദിയുടെ വീട്ടിൽ നിന്ന് രക്ഷിച്ചെടുത്ത് കുടുംബത്തിന് തിരിച്ചു കൊടുത്ത നൂറ് അനുഭവങ്ങൾ നമ്മുടെ പ്രവർത്തന പന്ഥാവിലുണ്ട്. ധാരാളം കുട്ടികളെ, ചില കേസുകൾ റയർ കേസുകളാണ്, നമുക്ക് നഷ്ടപ്പെടും. അത് നമ്മൾ എത്ര വിചാരിച്ചാലും പരിധി കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കയ്യിലെത്തുന്നത്. അത് കൂടുതൽ റിസ്ക് എടുത്ത് നമ്മൾ രക്ഷിച്ചാലും അതിന് പ്രയോജനം ഉണ്ടാകാൻ സാധ്യതയില്ല. നമുക്കത് ആ വിഷയം കയ്യിൽ കിട്ടുന്ന സമയത്ത് തന്നെ ഇതിലെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ഇത് പരിധി വിട്ടതാണോ. അത് പരിധി വിട്ട കേസ് പിന്നെ നമ്മൾ അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല. കേവലം ഒരു ഹേബിയസ് കോർപ്പസ് എന്തെങ്കിലും കൊടുത്തിട്ട് നമ്മൾ അത് ഒഴിവാക്കും. പക്ഷേ ധാരാളം കേസുകൾ നമുക്ക് അങ്ങനെ രക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ലവ് ജിഹാദിൽപ്പെട്ട് കുട്ടികൾ പോകുന്ന സമയത്ത് നമ്മൾ പരക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയാറുണ്ട്, അത് ഹിന്ദു പെൺകുട്ടികളുടെ കുഴപ്പമാണ്, ഇത്തരത്തിലൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ പഴി പറയാറുണ്ട്. പൊതുസമൂഹം അവരെ പഴിക്കാറുണ്ട്, വളർത്തുദോഷം എന്ന് പറഞ്ഞ് രക്ഷകർത്താക്കളെ പഴിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലല്ലല്ലോ ഇത് വരുന്നത് എന്ന് പറഞ്ഞ് എന്ന ചിന്തയോടുകൂടി അവരെ ഒറ്റപ്പെടുത്താറുണ്ട്. ഇത്തരത്തിലുള്ള വിഷയമൊക്കെ എന്തുകൊണ്ട് വരുന്നു എന്ന് ചോദിച്ചാൽ ഈ ധർമ്മത്തെ കുറിച്ചുള്ള പഠനം എത്ര കണ്ട് സമൂഹത്തിൽ എത്തുന്നു എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നമ്മളോട് തന്നെ ഒരു ചെറിയൊരു വിഷയം മുന്നിലേക്ക് വെച്ചാൽ ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ് എന്നൊരു ചോദ്യം മുന്നോട്ട് വെച്ചാൽ എത്ര പേർക്ക് പറയാൻ സാധിക്കും? ഭഗവത്ഗീത. പിന്നെ അതല്ല എന്നുള്ള അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടാ? രാമായണം. അഭിപ്രായം പറഞ്ഞതാണ് കൈ വെച്ചതാണ്. ശരി, വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാണ്? അപ്പോ വേദമാണ് ഹിന്ദുവിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് പറയാൻ പഠിക്കാത്ത ഹിന്ദു, ഗീത എന്താണ് എന്ന് മനസ്സിലാക്കാത്ത ഹിന്ദു, നാം മനസ്സിലാക്കേണ്ടത് എത്രത്തോളം അവബോധമാണ് ഖുർആനെ കുറിച്ചൊരു മുസ്ലിം കുട്ടിക്ക്, എത്രത്തോളം അപാരമായിട്ടുള്ള ജ്ഞാനമാണ് ഒരു ക്രിസ്ത്യൻ കുട്ടിക്ക് അവരുടെ ബൈബിളിനെ കുറിച്ച്. ഹിന്ദു ഐക്യവേദിയുടെ താലൂക്ക് പ്രസിഡന്റ് ആയിട്ടുള്ള എന്റെ നാട്ടിലെ പ്രദീപേട്ടന്റെ മകൾ ലവ് ജിഹാദിൽപ്പെട്ട്
ആ കുട്ടി വീട്ടിൽ നിന്ന് പോയി അടുത്ത ദിവസമാണ് പിതാവ് തിരിച്ചറിയുന്നത്, ഞാൻ ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തനവുമായിട്ട് താലൂക്ക് മുഴുവൻ പ്രവാസം നടത്തി തിരിച്ചു വന്നപ്പോൾ എന്റെ മകളെ എനിക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത്. ഇത് യാഥാർത്ഥ്യമാണ്. എവിടെയാണ് നാം ഹിന്ദുവിനെ സംഘടിപ്പിച്ചത്? എന്ത് മുന്നേറ്റമാണ്, എന്ത് മാറ്റമാണ് നാം നാട്ടിൽ സൃഷ്ടിച്ചത്? ഇത് നാം ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട വിഷയമാണ്. ഇവിടെയാണ് ഹിന്ദു ഏകതാ കേന്ദ്രത്തിന്റെ പ്രസക്തി. സംഘടനയുടെ പ്രവർത്തനം എല്ലാ സ്ഥലങ്ങളിലും എത്തണം. എല്ലാ പയ്യോളിയിലെത്തണം, ബാലുശ്ശേരിയിലെത്തണം, മാഹിയിലെത്തണം, കണ്ണൂർ തളിപ്പറമ്പിലെത്തണം, കണ്ണൂർ ടൗണിലെത്തണം, പിന്നെ ഇവിടെ പയ്യന്നൂരും പിണറായിലും കൊടിയേരിയിലും ഒക്കെ എത്തണം. അങ്ങനെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് പാലോടുന്ന കാറിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുമ്പോൾ നമ്മുടെ സംഘടനയുടെ കൊടിമരം, ഫ്ലെക്സ്, ബോർഡ്, ഓഫീസ്, ആഹാ എന്തൊരു സുഖം, മനസ്സിന് എന്തൊരു സന്തോഷം, ഇങ്ങനെ നമ്മുടെ പ്രവർത്തകർക്കെല്ലാം കൈ കാണിച്ച് ടാറ്റ പറഞ്ഞ് നമ്മള് കണ്ണൂര് കാസർഗോഡ് പാസ് ചെയ്ത് തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ സ്വസ്ഥം, സംഘടന വിജയിച്ചു, നമ്മുടെ സമാജം സംഘടിതമായി. ഇതാണ് ചിന്തയെങ്കിൽ നമ്മൾ ജീവിക്കുന്നത് വിഡ്ഢികളുടെ സ്വർഗത്തിലാണ്. ഒരു രക്ഷയുണ്ടാവില്ല. നമ്മുടെ ചവിട്ടിയിരിക്കുന്ന മണ്ണ് ഒലിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ സ്ഥലങ്ങളിലും കൊടിമരം വയ്ക്കുക, എല്ലാ സ്ഥലങ്ങളിലും യൂണിറ്റ് ഉണ്ടാക്കുക, എല്ലാ സ്ഥലങ്ങളിലും സമ്മേളനം നടത്തുക, എല്ലാ സ്ഥലങ്ങളിലും പ്രദർശനങ്ങൾ നടത്തുക. ഇതാണ് ഇന്ന് കേരളത്തിന്റെ ഹിന്ദു സംഘടനകൾ ശ്രദ്ധിക്കുന്ന, കോർഡിനേറ്റ് ചെയ്യപ്പെടുന്ന പ്രവർത്തനങ്ങളെങ്കിൽ അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത് നിഷ്കർഷിക്കുന്നത് നമ്മുടെ പ്രവർത്തകർ ശ്രദ്ധിക്കേണ്ടത് കൊടിമരം വയ്ക്കുക, ബോർഡുകൾ സ്ഥാപിക്കുക, ഓഫീസുകൾ എടുക്കുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കല്ല. നമ്മുടെ കൂട്ടത്തിലുള്ളതല്ല, നമ്മുടെ കൂട്ടത്തിൽപ്പെടാത്ത ഹിന്ദുവിന്റെ വീട്ടിലേക്ക് എത്തിച്ചേരുക, കൂട്ടത്തിൽപ്പെടാത്ത ഹിന്ദുവിനെ ഒരുമിച്ച് ചേർക്കുക, എല്ലാ ഹിന്ദുക്കളെയും സംഘടിതമാക്കുക. ഓരോ 50 ഹിന്ദു വീടുകളിലും ഹിന്ദു ഏകതാ കേന്ദ്രം സ്ഥാപിക്കുക. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നാം ജാതീയ സംഘടനകളെയൊക്കെ കുറ്റം പറയാറുണ്ട്. ഇവിടെ NSSന്റെ ആധിപത്യമാണ്, ഇവിടെ SNDPയുടെ വെള്ളാപ്പള്ളിയുടെ ആധിപത്യമാണ്. ഇവരൊക്കെയാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന് തടസ്സം. ഇവരൊക്കെ ഇടപെടുന്നത് കൊണ്ടാണ് ഇവിടെ നമ്മൾ വാർഡ് മെമ്പർ ജയിക്കാത്തത്, നമ്മുടെ ശശിയേട്ടൻ തോറ്റത്. ഈ ഇവിടെ NSSന്റെ സ്വാധീനം ഉള്ളതുകൊണ്ടാണ്. അല്ലായിരുന്നെങ്കിൽ പുള്ളി ജയിച്ചു പോയാൽ ഈ NSSന്റെ സ്വാധീനത്തെ, SNDPയുടെ സ്വാധീനത്തെ മറികടക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. കാരണം മരണ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് NSS ആണ്, കല്യാണ വീട്ടിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് SNDP ആണ്. ഈ തരത്തിലേക്ക് നമ്മള് SNDP, NSS, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എല്ലാ സാമുദായിക സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുടെ ചട്ടുവങ്ങളായിട്ട് നിന്നിട്ട് ഹിന്ദു സമൂഹത്തെ വിഘടിപ്പിക്കുമ്പോൾ ഹിന്ദു ഐക്യവേദി ഒരു പരിപാടി സംഘടിപ്പിക്കും. സ്വാഭാവികമാണ്, ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വം പറയും, സാമുദായിക സംഘടനകളുടെ നേതാക്കളെ കൂടി വിളിച്ചോളൂ, ഇല്ലേ പറയുന്നത്? സാമുദായിക സംഘടനകളുടെ നേതാക്കളെ കൂടെ വിളിച്ചോളൂ. എന്തിനാണ് സാമുദായിക സംഘടനകളുടെ നേതാക്കളെ കൂടെ കൂട്ടി വിളിച്ച് നമ്മുടെ സാമുദായിക ഐക്യം ഒന്ന് ബലപ്പെടുത്താൻ വേണ്ടിയിട്ട്? ഈ സാമുദായിക സംഘടനാ നേതാക്കളെ മാറ്റി നിർത്തിയിട്ട് ഈ സമൂഹത്തെ സംഘടിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ ഫലമാണ്. ഈ സമൂഹത്തെ അതിനപ്പുറത്തേക്ക് കടന്നു ചെന്ന് ഈ സാമുദായിക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്ന സേവനങ്ങൾ എന്തൊക്കെയാണോ അതിനെ മറികടന്ന് ഒരു പടി കൂടി മുന്നിൽ നിന്ന് ഈ വീട്ടിലൊരു മരണം നടന്നാല് ആ മരണ ദിവസം മുതൽ അടിയന്തരം വരെയുള്ള സർവ്വ ചെലവുകളും ഹിന്ദു ഏകതാ കേന്ദ്രം ഏറ്റെടുക്കുന്നു എന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടോ എന്തുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല? ഒരു കല്യാണം നടന്നാൽ, ഒരു പാവപ്പെട്ട സാധുവായിട്ടുള്ള ഒരു ഹൈന്ദവ പെൺകുട്ടിയുടെ, ഹിന്ദുവായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹം നടക്കുമ്പോൾ ആ വിവാഹത്തിന് ആവശ്യമായിട്ടുള്ള സദ്യ ആ പ്രദേശത്തുള്ള നമ്മുടെ ഹിന്ദു ഏകതാ കേന്ദ്രത്തിന് കൊടുക്കാൻ സാധിക്കണം. ആ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള വസ്ത്രം, അല്ലെങ്കിൽ ആ കുട്ടിക്ക് സ്വർണവും മറ്റെന്തെങ്കിലും അത്തരത്തിലുള്ള ആർഭാടങ്ങളിലേക്കൊന്നും കൊണ്ട്, പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് ആ നാട്ടിലെ ഏതൊരു വ്യക്തിയാണ് നമുക്ക് തടസ്സം നിൽക്കുക? ഒരാളും തടസ്സം നിൽക്കില്ല. പക്ഷെ ചെയ്യാനുള്ള മനോഭാവം ഉണ്ടാവണം. ആ മനോഭാവമുള്ള സമൂഹമായിട്ട്, സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ആളുകളെ കണ്ടെത്തിക്കൊണ്ട് അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്തിന്റെ ഗ്രാമസമിതിയായിട്ടുള്ള ഹിന്ദു ഏകതാ കേന്ദ്രം മാറണം. ആ ഹിന്ദു ഏകതാ കേന്ദ്രം അവിടുത്തെ ആ പ്രദേശത്തെ നമ്മുടെ ഏകതാ കേന്ദ്രത്തിൽ വരുന്ന ആളുകളുടെ അല്ല, ഏകതാ കേന്ദ്രത്തിൽ വരുന്ന അംഗങ്ങളുടെ അല്ല, മറിച്ച് ഏകതാ കേന്ദ്രത്തിന് പുറത്തുള്ളതായാലും എങ്ങനെയാണോ സാമുദായിക സംഘടനകൾ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കണം. ആ ഐഡിയോളജി നമ്മൾ തിരിച്ചറിയണം. സാമുദായിക സംഘടനയിലെ അംഗങ്ങളല്ലാത്ത വീടുകളിലും എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ ഇവരെത്തും. അതുപോലെ ഹിന്ദുവായിട്ടുള്ള മുഴുവൻ കുടുംബങ്ങളിലും ഒരു വിഷയം ഉണ്ടായാൽ എത്തി അതിനെല്ലാം പരിഹാരം കാണുന്ന സർവ്വ വിഷയങ്ങൾക്കും
സർവസങ്കടങ്ങൾക്കും പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സ്രോതസ്സായിട്ടോ സർവ വിഷയങ്ങളുടെയും പരിഹാര സോഴ്സ് ആയിട്ടോ ഈ ഹിന്ദു ഏകതാ കേന്ദ്രം മാറ്റണം. അങ്ങനെ ഹിന്ദു ഏകതാ കേന്ദ്രം മാറ്റിയാലോ തീർച്ചയായിട്ടും ആ ഗ്രാമത്തിൽ 50 വീടുകൾക്ക് ഒരു ആശ്രയ കേന്ദ്രം ഉണ്ടെങ്കിൽ അങ്ങനെ 50 ആശ്രയ കേന്ദ്രങ്ങൾ ചേർന്നിട്ട് ഭാവിയിൽ ഇപ്പോഴല്ല ഒരു ക്ഷേത്രം ഉണ്ടാക്കിയാൽ, ഹനുമാൻ ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ശ്രീരാമ ക്ഷേത്രം ഉണ്ടാക്കിയാൽ അല്ലെങ്കിൽ ഒരു അയ്യപ്പ ക്ഷേത്രം ഉണ്ടാക്കിയാൽ ആ ക്ഷേത്രം ആ ഗ്രാമപ്രദേശത്തിന്റെ മുഴുവൻ ക്ഷേത്രമായിട്ട് ഹിന്ദുവിന്റെ ആരാധനാ ക്ഷേത്രമായിട്ട് വരുമ്പോൾ ദേവസ്വം ബോർഡിൽ കാണിക്കയിടണ്ട എന്ന് നമ്മള് ഫേസ്ബുക്കിൽ കുറിക്കേണ്ട ആവശ്യമില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ ഇഷ്ടദേവനുള്ള പൂജയെല്ലാം നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മുടെ ഭക്തജനങ്ങൾ അവിടെ നിർവഹിക്കും. അതുവഴി സ്വരൂപിക്കുന്ന ധനം കൊണ്ട് ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഹിന്ദു ഏകതാ കേന്ദ്രങ്ങൾക്ക് എടുത്ത് വിനിയോഗിക്കാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള അച്ചടക്കമുള്ള ഹിന്ദു ഏകതാ കേന്ദ്രത്തിന്റെ കാര്യകർത്താക്കളായിരിക്കും ഈ ക്ഷേത്രത്തെ നയിക്കുന്നത്. അപ്പോ ഇതുപോലെ അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ, കൃത്യമായിട്ട് വ്യവസ്ഥയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തെ, കൃത്യമായിട്ട് ഒരു ലക്ഷ്യബോധത്തോട് കൂടിയിട്ട് സമൂഹത്തെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു സംഘടനയെ അത് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രാരംഭ ആലോചനാ യോഗം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇവിടെ ഒരുമിച്ച്. ഞാൻ ഒരുപാട് വിഷയങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ അങ്ങനെ ഒരു എല്ലാം ചിന്തയിൽ ആകെ ഒരു അസ്വസ്ഥമാക്കാനല്ല ആഗ്രഹിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ ചെറിയ വിഷയങ്ങൾ, ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഹിന്ദു സമൂഹത്തെ ഏകീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രാരംഭമായിട്ട് നിശബ്ദമായിട്ട് നാം ചെയ്തു തീർക്കേണ്ടത്. ഹിന്ദു സമൂഹത്തെ ധർമ്മം പഠിപ്പിക്കുക, ഹിന്ദു സമൂഹത്തെ ഏകീകരിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് സേവനം ചെയ്യുക, അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൊന്നും സ്വാഭാവികമായിട്ടും ആരും നമ്മെ എതിർക്കാൻ സാധ്യതയില്ല. ഒരു ഹിന്ദുവിന്റെയും ഒരു തുള്ളി ചോര വീഴ്ത്താതെ, ഒരു ഹൈന്ദവ സഹോദരന്റെയും ഒരു തുള്ളി ചോര വീഴ്ത്താതെ, ഒരു ബലിദാനിയെയും സൃഷ്ടിക്കാതെ നമുക്ക് ഈ സംഘടനയെ ഒരു വലിയ ശക്തിയാക്കി വളർത്തി മാറ്റിയെടുക്കാൻ സാധിക്കണം. പോരാട്ടങ്ങൾ എന്നുള്ള പേരിൽ, സമര ഘോഷയാത്രകൾ എന്നുള്ള പേരിൽ ബലിദാനികളെ സൃഷ്ടിച്ചിട്ട്, അമ്മമാരുടെ കണ്ണീർ വീഴ്ത്തിയിട്ട്, വിധവകളെ സൃഷ്ടിച്ചിട്ട് സംഘടന വളർത്തുക എന്നുള്ളതല്ല, മറിച്ച് സേവനത്തിലൂടെ സമാധാനപൂർവമായിട്ട് നമുക്ക് സമാജത്തെ സംഘടിപ്പിച്ചെടുക്കുക എന്നുള്ള ആശയത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഹിന്ദുവിന്റെ ഒരു വെല്ലുവിളിയും ചോദ്യം ചെയ്യപ്പെടാതെ പോകാൻ പാടില്ല. ഹിന്ദുവിനെതിരായിട്ടുള്ള ഏതു വിഷയത്തെയും ശക്തമായിട്ട് നേരിടാൻ പറ്റുന്ന വലിയൊരു സൈന്യമാക്കി ഹിന്ദുവിനെ വളർത്തിയെടുക്കാൻ, ഈ ഒരു സംഘടനയെ വളർത്തിയെടുക്കാൻ സാധിക്കണം. അതുവഴി വലിയൊരു ഹിന്ദു മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം. ഇന്ന് ഭാരതത്തില് ഞാൻ അവസാനമായിട്ട് പറയുന്നു, ഹിന്ദുവിൽ ഇന്ന് ഭാരതത്തില് അങ്ങോളം ഇങ്ങോളം കാശ്മീർ മുതൽ ഇനി കന്യാകുമാരി വരെ വലിയൊരു മുന്നേറ്റം ഭാരതത്തിൽ സംജാതമായിക്കൊണ്ടിരിക്കുന്നു. അന്തർരാഷ്ട്രീയ ഹിന്ദു പരിഷത്ത്, രാഷ്ട്രീയ ബജറംഗദൾ, ഓജസ്വി, രാഷ്ട്രീയ മഹിളാ പരിഷത്ത് ഒക്കെ ചേർന്ന് ഈ വലിയ ഹൈന്ദവ മുന്നേറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നു. അതേ മാതൃകയില് നമുക്ക് കേരളത്തിലും ഹിന്ദുവിന് വിജയിച്ചേ മതിയാകൂ. ഒരു ഹൈന്ദവ സംഘടനയും എതിർക്കാനല്ല. RSSന്റെ പ്രവർത്തനം നടക്കുന്നു. RSSന്റെ പ്രവർത്തനം നടത്തിയിട്ട് അത് മോശമാണ്, നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങോട്ട് പോരെ, അതല്ല നമ്മുടെ പ്രവർത്തനം. അതും നടക്കട്ടെ, അതും നമ്മുടെ സഹോദര സംഘടനയാണ്, നമ്മുടെ ഹിന്ദു സമാജ പ്രവർത്തനമാണ്, അതും ആവശ്യമാണെങ്കിൽ സ്വയം സേവകർക്കൊപ്പം രംഗത്തിറങ്ങാനും, അവശ്യഘട്ടത്തിൽ ഹിന്ദു ഐക്യവേദിയോടൊപ്പം ചേർന്ന് നിൽക്കാനും, അതല്ലാത്ത സമയത്ത് വ്യത്യസ്ത രീതിയിൽ വ്യത്യസ്ത രൂപത്തിൽ സമാജത്തിൽ സേവനമായിട്ട് നിലകൊള്ളാനും, ആ ഒരു പരസ്പര സഹിഷ്ണുതയോട് കൂടിയിട്ട്, ആ സ്നേഹ മനോഭാവത്തോട് കൂടിയിട്ട്, എല്ലാവരും ഹിന്ദുക്കളാണ്, എല്ലാവരും നമ്മുടെ ബന്ധുക്കളാണ് എന്നുള്ള മനോഭാവത്തോട് കൂടിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ചില സ്ഥലത്തൊക്കെ ബാലിശമായിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നമ്മൾ കാണും. ചില സ്ഥലങ്ങളിലൊക്കെ അറിവുള്ള ആളുകള്, ഇതിനെല്ലാം തിരിച്ചറിയുന്ന ആളുകള് വളരെ സൗഹാർദ്ദതയോട് കൂടിയിട്ട് അതിനെ സ്വീകരിക്കും. സുരേന്ദ്രേട്ടൻ പുറത്തുപോയ ഇവിടെ സുരേന്ദ്രേട്ടൻ കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചപ്പോൾ സുരേന്ദ്രേട്ടൻ പറഞ്ഞു, ഞാൻ കേസരിയിൽ പോയി എല്ലാവരെയും ക്ഷണിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ സുരേന്ദ്രനോട് പറഞ്ഞു, അത് സംഘപരിവാറിന്റെ ആസ്ഥാനമാണ് കേസരി. എന്തു പറഞ്ഞു ചോദിച്ചോ, പറഞ്ഞു കൊള്ളാം, നല്ലതാണ്, നല്ല പ്രവർത്തനമാണ്, മുമ്പോട്ട് പോട്ടെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് പറഞ്ഞു.
ഞാൻ തപസ്യയുടെ പരിപാടി ഇവിടെ നടക്കുമ്പോൾ ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നു. തപസ്യയുടെ പരിപാടി സ്ഥലത്ത് വന്ന് മതിച്ചേട്ടനെ ഇവിടുത്തെ ഒരു പഴയ ഞങ്ങളുടെ ജില്ലാ പ്രചാരമായിരുന്ന മതിച്ചേട്ടനെ കണ്ട് സംസാരിച്ചിട്ടാണ് ഞാൻ പോയത്. ഞാൻ പറഞ്ഞു അവരും എന്നോട് നല്ല രീതിയിൽ ആണ് സംസാരിച്ചത്. പക്ഷെ ചില സ്ഥലങ്ങളിലൊക്കെ ചിലർ മോശമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവന അത് അവരുടെ അറിവില്ലായ്മയുടെ പരിചയക്കുറവിന്റെ സംഘടനാ പാഠവത്തിന്റെ ഒക്കെ മാത്രം മിസ്റ്റേക്കാണ്. നമ്മൾ ആരോടും ശോഭിക്കാനല്ല, ആരോടും എതിരിടാനല്ല, ആരെയും തരം താഴ്ത്താനല്ല, ആർക്കും സമാന്തരമാവാനല്ല, മറിച്ച് നമുക്കും ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയും ഒരു 5 വർഷം, ആ 5 വർഷം കഴിയുമ്പോൾ കേരളത്തിന്റെ ജനസംഖ്യ ആനുപാതിക വിസ്ഫോടനം നമ്മൾ ഇതൊക്കെ ചിന്തിച്ചു നോക്കണം. കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ എവിടെ നിൽക്കുന്നു? വരുന്ന 5 വർഷം ഓരോ ദിവസം കഴിയുമ്പോഴും മലപ്പുറം ജില്ലയിൽ ഈ അടുത്ത ദിവസത്തെ ഒരു സ്കൂളിലെ കുട്ടികളുടെ എണ്ണം അത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. 7000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഞങ്ങളവിടെയൊക്കെ ഡിവിഷൻ സ്കൂളിൽ കുട്ടികളെ കിട്ടാതെ ഡിവിഷൻ കിട്ടാതെ ടീച്ചർമാർ പുറത്തു പോയി. തിരുവനന്തപുരത്ത് ഇത് ട്രെയിനില് ലോക്കൽ കമ്പാർട്ട്മെന്റ് പോലെയാണ് ഇവിടെ സ്കൂളിൽ പോകും. എന്ത് അവസ്ഥകളാണ്. നമ്മള് ഇപ്പൊ മലപ്പുറത്തു നിന്നൊക്കെ വ്യാപാരത്തിന് വേണ്ടിയിട്ട് നാനാ ജില്ലകളിലേക്ക് വില പ്രയോഗിച്ച് കയറുകയാണ്. എന്ത് അവസ്ഥകേടാണ്. വ്യാവസായിക രംഗത്ത് നമ്മൾ പുറത്തള്ളപ്പെട്ടു, വ്യാപാര രംഗത്ത് ഇല്ലാതായി, നമ്മള് വിദ്യാഭ്യാസ രംഗത്ത് പുറന്തള്ളപ്പെടുന്നു. നമ്മള് വി ഡി സതീശനെ നിയന്ത്രിക്കുന്നത് പാണക്കാട് കുടുംബമാണ്. പാണക്കാട് കുടുംബമാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. വി ഡി സതീശൻ ഡെമ്മിയാണ്. ഇതൊക്കെ പറഞ്ഞ് നമ്മൾ ഫേസ്ബുക്കിലും നവമാധ്യമത്തിലും ആശ്വസിച്ചിട്ട് കാര്യമില്ല. അടുത്ത 5 വർഷം കഴിയുമ്പോൾ മാറ്റം കേരളത്തിൽ വരണോ? അടുത്ത 5 വർഷം കഴിയുമ്പോൾ മാറ്റം കേരളത്തിൽ വരണമെങ്കിൽ വി മുരളീധരൻ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. രാജീവ് ചന്ദ്രശേഖരൻ വി മുരളീധരൻ 2 ഗ്രൂപ്പാണെന്ന് നമ്മൾ പ്രചരിപ്പിച്ച് നടന്നിട്ട് കാര്യമില്ല. മലന്ന് കിടന്ന് തുപ്പിയിട്ട് കാര്യമില്ല. നമ്മൾ ഒരു BJP നേതൃത്വത്തെ പരാമർശിച്ചിട്ടോ അവർക്കെതിരെ ചിതറിപ്പാഞ്ഞെടുത്തത് കൊണ്ടോ അവരെ തെറി വിളിച്ചിട്ടോ കാര്യമില്ല. പണിയെടുക്കണം. ആ പണി എന്ന് പറഞ്ഞാല് നമ്മുടെ ഗ്രാമപ്രദേശത്തിലേക്ക് ഇറങ്ങണം, നമ്മുടെ അടുത്ത വീടുകളിലേക്ക് ഇറങ്ങണം, നമ്മുടെ അടുത്ത വീടുകളിൽ ഹിന്ദുക്കളുടെ ഇടയിലേക്ക് ഇറങ്ങണം. നമ്മൾ പറയും അവര് BJP നേതാക്കൾ കണ്ട സഭയിലെ അധ്യക്ഷനെ പോയി കണ്ടതാണ് മൊത്തം പ്രശ്നം. ഞാൻ ചോദിക്കട്ടെ, സഭയിലെ അധ്യക്ഷനെ BJPക്കാർ പോയി കണ്ടില്ലെങ്കിൽ ഇവിടെ BJP ജയിക്കും? സഭയിലെ അധ്യക്ഷനെ പോയി കണ്ടു, അവർ വോട്ട് ചെയ്തില്ല, ശരി, ഓക്കെ, അത് സമ്മതിക്കാം, അവർ പോയി തെറ്റിയത്. ഒറ്റ ചോദ്യമേ ഉള്ളൂ. നമ്മൾ ആൾക്കാരെ കുറ്റം പറയും. സഭയിലെ ആൾക്കാരെ പോയി കണ്ടില്ല, ഇവിടെ BJP ജയിക്കും. എന്നാലും ഇത് വോട്ട് ചെയ്യില്ല. അപ്പോ വിഷയം നമ്മൾ ആ വിഷയത്തിൽ തൊടാതെ പുറമേ നടന്നിട്ട് കാര്യമില്ല. വിഷയം ഹിന്ദു സംഘടിതമല്ല. ഹിന്ദു സംഘടിതമായാൽ BJP മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മളെ കൂടെ വന്ന് നിൽക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്ന് ചോദിക്കും, ഹിന്ദുവിന് എന്ത് വേണം, നിങ്ങൾക്ക് എന്താ വേണ്ടത്? DK മുരളി, എന്റെ മണ്ഡലം വാമനപുരം നിയോജക മണ്ഡലമാണ്. 3 ഹിന്ദു ഏകതാ കേന്ദ്രമുണ്ട് എന്റെ വീട്ടിന്റെ പരിസരത്ത്. 3 ഹിന്ദു ഏകതാ കേന്ദ്രമുള്ള എന്റെ വീട്ടിലേക്ക് DK മുരളി വരാൻ വേണ്ടിയിട്ട് രാത്രിയിൽ പെർമിഷൻ ചോദിച്ചു എങ്കിൽ എവിടെ എത്തുന്നു നമ്മുടെ പ്രവർത്തനം? DK മുരളി പക്ഷെ രാത്രിയാണ് ചോദിച്ചത്. ഞാൻ പറഞ്ഞു, ഞാൻ അത്രക്കാരനല്ല, അതുകൊണ്ട് ഈ സൈസ് ഇപ്പൊ എടുക്കുന്നില്ല, രാത്രി വരണ്ട, അതിന് വേണ്ടിയിട്ട് അങ്ങയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് മാത്രം എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി. പക്ഷെ ഞാൻ പറഞ്ഞത് അവർക്കറിയാം എവിടെയാണ് നമ്മൾ സംഘടിതരായിട്ടുള്ളത്. അപ്പോ ആ സംഘടിതമായിട്ടുള്ള മേഖലയിലേക്ക് രാഷ്ട്രീയക്കാരൻ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ ഇവിടുത്തെ ഹിന്ദു ഏകതാ കേന്ദ്രത്തിന്റെ മുന്നിലേക്ക് പാണക്കാട് തങ്ങൾ വരെ വന്ന് നിൽക്കും. നിങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താലും ഞങ്ങൾ നിങ്ങൾക്ക് ഇന്നത് തരാമെന്ന് പറയും. അങ്ങനെ പറയിക്കണമെങ്കിൽ ഹിന്ദു സംഘടിക്കണം. അതിന് നമ്മൾ തന്നെ അത് മാർക്സിസ്റ്റ് ഹിന്ദു, ഇത് കോൺഗ്രസ് ഹിന്ദു ഇങ്ങനെ വിഘടിപ്പിക്കാതെ അവരകന്നു പോയാലും നമ്മളെ കൂടെ ഞാൻ എന്റെ എല്ലാ ബൈഠക്കിലും ഞാൻ പറയാറുണ്ട്, കൂടെ നിൽക്കുന്ന കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ല. ഷിജു ഞാൻ എവിടെ പോയാലും എന്റെ കൂടെ ഉണ്ട്, പേടിക്കേണ്ട ആവശ്യമില്ല. സന്തോഷം എവിടെ പോയാലും കൂടെ ഉണ്ട്. പക്ഷെ കൂട്ടത്തിൽ ഇല്ലാത്തവരെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ഹിന്ദു ഏകതാ കേന്ദ്രത്തിലേക്ക് വരാത്ത, നമ്മുടെ സമ്പർക്ക വലയത്തിലേക്ക് വരാത്ത ഹിന്ദുക്കളുടെ വീടുകളിലേക്ക് നമ്മൾ കൂടുതൽ ജാഗ്രത വയ്ക്കണം, കൂടുതൽ ശ്രദ്ധ വേണം. അവിടെയാണ് നമ്മൾ നിരന്തരം സമ്പർക്കം എത്തേണ്ടത്. സ്വാഭാവികമായിട്ടും ഹിന്ദുവിന്റെ എല്ലാ വിഷയങ്ങളും നമ്മൾ ചെന്നിട്ട്, ഞാൻ നിങ്ങളുടെ മുന്നിൽ, നിങ്ങൾ ഹിന്ദുത്വ മനോഭാവമുള്ള ആൾക്കാരാണ്, നിങ്ങൾ ഓരോരുത്തരും ഈ ഹിന്ദുവിന്റെ മുന്നേറ്റം ആഗ്രഹിക്കുന്നവരാണ്, ഇതിന്റെ പ്രവർത്തനം ഏറ്റെടുക്കാൻ തയ്യാറായി വന്നവരാണ്. ഇപ്പോ കവിയേട്ടൻ വന്നു എന്ന് പറഞ്ഞവരായാലും
ഇപ്പോ നമ്മുടെ ബൈജുവായി വിളിച്ചു വന്നു എന്ന് പറഞ്ഞവരായ സുരേന്ദ്രേട്ടന്റെ സമ്പർക്കത്തിൽ വന്നു എന്ന് പറഞ്ഞവരായാലും ഇവരെല്ലാവരും സ്വാഭാവികമായിട്ട് ഈ പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ നടത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് വന്നവരാണ്. പക്ഷേ ഇതൊന്നും വിഷയമില്ല, സമൂഹത്തിൽ അങ്ങനെയല്ല, ഇതൊന്നും വിഷയമില്ല. എന്തോ പോട്ടെ, എങ്ങനെ പോട്ടെ, മതേതരത്വം അതല്ലേ നല്ലത്, എല്ലാവരുമായിട്ടും സൗഹാർദ്ദതയിൽ പോണ്ടേ. നമുക്ക് അത് അത്ര തീക്ഷ്ണമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഒരു പക്ഷെ അവരിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അതുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബലഹീനതകൾ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെ വിഷയം, എന്റെ മറ്റ് ബന്ധുക്കളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില വിഷയങ്ങൾ, ഇങ്ങനെ പല പല വിഷയങ്ങൾ. ഈ ഏറ്റവും അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമായിട്ടുള്ള വിഷയമാണ്. പ്രേമബന്ധത്തിലാവുന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾ പോലും മുസ്ലിമിന്റെ കൂടെ പോയാൽ പോകട്ടെ എന്നുള്ള ചിന്തയിലേക്ക് എത്തിയ കേരളത്തിലെ പല സ്ഥലങ്ങളും ഉണ്ട്. ഞാൻ വെറുതെ പറയുന്നതല്ല, സത്യം പറയുന്നതാണ്. തൃശ്ശൂർ ജില്ലയിലെ ഒരു മാതാവിനോട് പറഞ്ഞതാണ്, ലവ് ജിഹാദ് അറിഞ്ഞ് ഞങ്ങൾ ആ വീട്ടിലെത്തുമ്പോ എന്റെ മകൾ അങ്ങനെ വിവാഹം കഴിക്കുന്നത് നിങ്ങൾക്ക് എന്താ കുഴപ്പം, ഞങ്ങൾക്ക് വിഷയമില്ല. ഇങ്ങനെ പറയുന്ന ആളുകളായിട്ട് നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പൊ അതുകൊണ്ട് വളരെ അപകടകരമായിട്ടുള്ള സ്ഥിതിയിലൂടെ പോകുന്ന കേരളത്തെ നമ്മൾ വിട്ടുകളയണോ, ഇത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് പോകണം. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ചിന്ത. കാശ്മീരില് പണ്ഡിറ്റുകൾ പാലായനം ചെയ്തതുപോലെ പാലായനം ചെയ്യേണ്ടി വരും എന്നൊക്കെ ശശികല ടീച്ചറൊക്കെ പല പരിപാടികൾ പ്രസംഗിക്കാറുണ്ട്. പല ആർ വി ബാബുവിനെ പോലുള്ള ഹിന്ദു ഐക്യവേദി നേതാക്കൾ പങ്കെടുത്ത കാശ്മീരിലെ പാലായനത്തിന് തുല്യമായിട്ടുള്ള പാലായനം കേരളത്തിൽ ഇനി വലിയ ദിവസങ്ങളില്ല എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ തീർത്ത് പറയുന്നു, ഇവിടെ പാലായനം ഒന്നും ഉണ്ടാവില്ല. ഇവിടെ പാലായനം ഉണ്ടാവേയില്ല. കേരളത്തിൽ സമ്പൂർണമായിട്ടുള്ള മതപരിവർത്തനം അവർ വിജയിക്കും. കാരണം പൂർണ്ണമായിട്ടുള്ള മതപരിവർത്തനം വിജയിപ്പിക്കാൻ പ്രായോഗികമായിട്ടുള്ള ജനതയായിട്ട് കേരളം മാറുന്നു. കാശ്മീരിൽ പാലായനം ചെയ്തത് ധർമ്മത്തിൽ അഭിമാനബോധമുള്ള ഒരു ജനവിഭാഗം അവിടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഈ കേരളത്തിന്റെ ജനത ധർമ്മത്തോട് ആഭിമുഖ്യമുള്ള ജനതയല്ല. അതുകൊണ്ട് തന്നെ മതപരിവർത്തനത്തിലൂടെ പ്രയാസം ഉണ്ടാകില്ല. നമ്മുടെ പൗരാണികമായിട്ടുള്ള സങ്കല്പങ്ങളെ കുറിച്ച്, നമ്മുടെ പുരാണത്തെ കുറിച്ച്, നമ്മുടെ പൗരാണികരെ കുറിച്ച് ഇതൊന്നും പഠിക്കാനോ ഇത് പഠിപ്പിക്കാനോ ഇന്നത്തെ തലമുറ തയ്യാറല്ല, രക്ഷകർത്താക്കളും തയ്യാറല്ല. അതുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ഹിന്ദു ഏകതാ കേന്ദ്രത്തിന്റെ പ്രസക്തി വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മുടെ എല്ലാ പ്രദേശങ്ങളിലും, കോഴിക്കോടിന്റെ എല്ലാ ഗ്രാമങ്ങളിലും, ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് എവിടെയെങ്കിലുമൊക്കെ യൂണിറ്റുകൾ ഉണ്ടാക്കി കൊടി ഉയർത്തി വെക്കുക എന്നുള്ളതല്ല. കൊടിയൊക്കെ ഉയർത്തുന്നത് അതൊക്കെ എടുത്ത പ്രവർത്തകരുടെ താല്പര്യവും ഇഷ്ടങ്ങളുമാണ്, അതിനൊന്നും എതിരൊന്നുമല്ല. പക്ഷെ നമ്മുടെ പുറമെയുള്ള നമ്മുടെ ഈ പ്രകടനങ്ങളെക്കാൾ ഏറെ നമ്മൾ ഗ്രാമങ്ങളുടെ ഉള്ളിലേക്ക് ഈ പ്രവർത്തനം സജ്ജമാക്കി ഇറക്കണം. നമ്മൾ ഇന്ന് ഈ ബൈഠക്കിൽ വന്നത് വലിയൊരു ബാധ്യതയായിട്ട് ആരും കരുതരുത്. ഇതല്ല നമ്മുടെ പ്രവർത്തനം. ഈ ബൈഠക്കിൽ വന്നതല്ല. ഇവിടെ വന്ന് നമ്മൾ പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു വിഷയം ഏറ്റെടുത്തു. അത് എന്റെ പ്രദേശത്ത് ഒരു 25 വീട്ടിൽ നിന്നെങ്കിലും ഈ പ്രവർത്തനം തുടങ്ങാം, എന്നെ കൊണ്ട് സാധിക്കും. 5 പേരെങ്കിലും നമ്മൾ ഒരുമിച്ച് ആഴ്ചയിൽ 1 ദിവസം സാപ്താഹിക എന്നാണ് അതിന് പറയുന്നത്. 7 ദിവസത്തിലൊരിക്കലും. അത് ഒരു ഞായറാഴ്ച രാവിലെ 9 മണിക്ക് കൂടി അടുത്ത ഞായറാഴ്ച പിന്നെ വൈകുന്നേരമായി, അങ്ങനെ ഒരു പ്രത്യേക സമയം നമ്മൾ നിശ്ചയിക്കുക. ഏതെങ്കിലും ഒരു വീടിന്റെ മുറ്റത്തോ എവിടെയാണെന്ന് വെച്ചാൽ, നമ്മുടെ സിറ്റ് ഔട്ടിലോ എവിടെയാണെന്ന് വെച്ചാൽ ഒരു സ്ഥലം നിശ്ചയിക്കുക. എല്ലാവർക്കും വരാൻ പറ്റിയ ഒരു സ്ഥലത്ത് നമ്മൾ ആ പ്രദേശത്തെ മുഴുവൻ വീടുകളിലും 50 വീടുകൾ കേന്ദ്രീകരിച്ച് നമ്മുടെ ഈ പ്രവർത്തനം വയ്ക്കുക. സംഖ്യ അവിടെ കൊള്ളാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഇതില് ഒരു നമ്മുടെ ഒരു സംയോജകനും ഒരു സഹസംയോജകനും വേണം. അത് സംഖ്യ കൂടുമ്പോൾ അതിനെ 2 ആക്കുക, 2 സ്ഥലത്താക്കി നിശ്ചയിക്കും. ഇങ്ങനെ ഇതിന്റെ എണ്ണം കൂടി വരട്ടെ. സ്വാഭാവികമായിട്ടും കേരളം സ്വാഭിമാനത്തോടു കൂടി നർത്തകി ഉയർത്തി നിൽക്കും. വരുന്ന 5 വർഷം കഴിയുമ്പോൾ കേരളത്തിന് വെസ്റ്റ് ബംഗാൾ പോലെയല്ല, അതിനേക്കാൾ അഭിമാനത്തോടു കൂടിയിട്ട് വെസ്റ്റ് ബംഗാളില് ജയ് ശ്രീരാം വിളിച്ചുകൊണ്ടാണ് വിജയഘോഷയാത്ര കാവ്യ പതാക പിടിച്ച് മുമ്പോട്ട് വന്നതെങ്കിൽ നമുക്ക് കാവ്യ പതാകയ്ക്കൊപ്പം ഖഡ്ഗം കൂടി കൈയിൽ പിടിച്ച്, ഖഡ്ഗം എന്ന് പറഞ്ഞാൽ അറിയാം, മനസ്സിലായോ? അറിയില്ല എന്താ ഖഡ്ഗം എന്ന് പറഞ്ഞാല് ഛത്രപതി ശിവാജി മുന്നിലോട്ട് പിടിച്ച എന്താണ് വാള്. അതെ, കൃപാൺ. അതെ, ഛത്രപതി ശിവാജി മുന്നിലോട്ട് പിടിച്ച കൃപാൺ ഉൾപ്പെടെ നമുക്ക് പ്രകടനം നടത്താൻ സാധിക്കും. അത് നമ്മൾ അതിനുള്ള അവസരം, അതിനുള്ള വളരെ വലിയൊരു വിജയം നമുക്ക് കേരളത്തിൽ നേടാൻ സാധിക്കും. പക്ഷെ ആത്മാർത്ഥമായിട്ട് ഈ ഹിന്ദു ഏകതാ സാധിക്കും.